ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഡ്രസ്സിംഗ് റൂമിൽ പെട്രോൾ ഒഴിച്ചിട്ട് രാജുവിനെ അതിനകത്തിട്ട് തീയിട്ട് കൊല്ലാനായിരുന്നു രോഹൻ്റെയും ഫ്രണ്ട്സിൻ്റെയും പ്ലാൻ. പാവം ഋതിക ഇതൊന്നും അറിയാതെ ഋതിക ഡ്രസ്സിംഗ് റൂമിലോട്ട് പോയപ്പോൾ രാജുവാണെന്ന് തെറ്റിദ്ധരിച്ച് രോഹൻ്റെ ഫ്രണ്ട് വാതിൽ പുറത്തുനിന്ന് പൂട്ടുകയും ജനലിൽ കൂടെ തീ കത്തിച്ച് അകത്തോട്ട് എറിയുകയും ചെയ്തു. മുറിക്കകത്ത് തീ കത്തുന്ന കണ്ടുകൊണ്ട് ഋതിക ഭയന്ന് അലറി വിളിക്കുവാണ്, ആരെങ്കിലും ഓടി വരണേ, അച്ഛാ, രാജു രാജു ഓടിവാ, എന്നെ രക്ഷിക്ക് എന്നും പറഞ്ഞ് ഋതിക അലറുന്നത് കേട്ട് രാജു ഓടി ചെല്ലുവാണ്. പുറത്തുനിന്നും പൂട്ടിയിരിക്കുന്ന മുറിക്കകത്തുനിന്ന് ഋതികയുടെ അലറിക്കരച്ചിൽ കേട്ട് രാജു ആ കഥ ഉടച്ചകത്ത് കയറുവാണ്. തീജ്വാല കണ്ട് ഭയന്ന് കുറച്ച് പൊള്ളലൊക്കെ ഏറ്റ് ഋതിക ഇങ്ങനെ കരയുവാണ്. പെട്ടെന്ന് വർമ്മസാറേ എന്ന് പറഞ്ഞ് രാജു അലറുന്നുണ്ട്. ഋതികയെ കോരി എടുത്തുകൊണ്ട് വർമ്മസാറേ എന്ന് പറഞ്ഞ് രാജു ഓടി വരുവാണ്. രാജുവിൻ്റെ നിലവിളിയാണല്ലോ കേൾക്കുന്നതെന്ന് പറഞ്ഞ് വർമ്മയും ഓടി വന്ന് നോക്കുമ്പോൾ രാജു ഇങ്ങനെ ഋതികയും കൊണ്ട് വരുന്നതാണ്. അയ്യോ, എന്ത് പറ്റി, എന്താ എൻ്റെ മോക്ക്? ഋതിയെ ഇങ്ങനെ താങ്ങി എടുത്തോണ്ട് വരുന്നത് രോഹന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ പറയുക, എന്താ രാജു ഇത്, ഋതികയെ താഴെ ഇറക്ക്. എന്താ മോളെ, എന്താ പറ്റിയ രാജു, എന്താ എൻ്റെ മോക്ക്? രാജു പറയുന്നത്, സാറേ മുകളിലെ തീ, അത്രേ രാജുവിന് പറയാൻ പറ്റുന്നുള്ളൂ. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഋതിക പറയുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയില്ലച്ചാ, ഞാൻ ആ മുറിയിലോട്ട് കയറിയത് പെട്ടെന്ന് റൂമിൽ തീ പിടിച്ചു, എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. രാജുവിൻ്റെ ഫ്രണ്ട്സാകെ പേടിച്ച് വിളറി നിൽക്കുന്നുണ്ട്. അവന്മാർക്ക് അബദ്ധം പറ്റിപ്പോയല്ലോ. രോഹനാണെങ്കിൽ നായ്ക്കർണപ്പൊടിയുടെ ചൊറിച്ചിലോടെ ചൊറിച്ചിൽ. രോഹൻ്റെ അച്ഛൻ ചോദിക്കുന്നത്, എന്താ മോനെ ഇത്, എന്തായി പറ്റിയത്? നമ്മുടെ മുറിയിൽ എങ്ങനെയാ തീ പിടിച്ചത്? എടാ പിള്ളേരെ, നിങ്ങൾ ആരെങ്കിലും ആ മുറിയിൽ തീ പിടിക്കുന്ന സാധനം വല്ലതും കൊണ്ടുവച്ചായിരുന്നോ? അതിലൊരുത്തൻ എന്തോ പറയാൻ ശ്രമിക്കുമ്പോൾ മറ്റവൻ പിടിച്ചമക്കുന്നുണ്ട്. രാജുവിൻ്റെ കൈക്കൊക്കെ നല്ല പൊള്ള തേറ്റിട്ടുണ്ട്. അത് പ്രതാപൻ കണ്ടിട്ട്, അയ്യോ, രാജുവിന് നല്ല പൊള്ള തേറ്റിട്ടുണ്ടല്ലോ. രോഹൻ പറയുന്നത്, ഞാനിപ്പോൾ ഡോക്ടറെ വിളിക്കാം. അയ്യോ, അതൊന്നും ഒന്നും ആവശ്യമില്ല. പ്രതാപൻ സങ്കടത്തോടെ പറയുക, രാജു, എനിക്ക് നിന്നോട് എന്താ പറയണ്ടതെന്ന് അറിയില്ല. എൻ്റെ മകളുടെ ജീവനാ നീ രക്ഷിച്ചത്. നന്ദി വാക്കുകൾ കൊണ്ട് എനിക്ക് നിന്നോട് എൻ്റെ വികാരം എന്തെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്താ വർമ്മ സാറേ പറയുന്നത്? എൻ്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും മേഡത്തിനെ രക്ഷിക്കേണ്ട കടമ എനിക്കുള്ളതല്ലേ? അത് കേട്ടിട്ട് രോഹൻ അങ്ങോട്ട് ചൊറിച്ചിൽ കുറച്ചുകൂടെ കൂടുവാണ്. അംബികയ്ക്കും ദീപക്കിനും ഒട്ടും സഹിക്കുന്നില്ല. രോഹൻ്റെ അച്ഛനും രോഹനും രാജുവിനെ നോക്കി പല്ല് കടിക്കുവാണ്. പ്രതാപൻ മോളെ ദേഹത്തോട് ചേർത്ത് വെച്ച് അണച്ചിങ്ങനെ തലോടിക്കൊണ്ടിരിക്കുവാണ്. പ്രതാപൻ വീണ്ടും രാജുവിനോട് ചോദിക്കുവാണ്, രാജു, കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല സാറേ, കുഴപ്പമൊന്നും ഇല്ല. ഋതിക പറയുക, അച്ഛാ, വേദനയില്ലെന്ന് പറയുന്നത് രാജു ചുമ്മാതെ പറയുന്നതാ. എനിക്ക് ചെറിയ പൊള്ളലെ ഏറ്റിട്ടുണ്ടെങ്കിലും എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും രോഹൻ വിളിച്ച ഡോക്ടർ അവിടെ വന്നിട്ടുണ്ട്. ഡോക്ടറോട് രോഹൻ പറയാ, ഈ കുട്ടിയെ ആദ്യം നോക്കണം, ഈ കുട്ടിക്കാണ് അധികം പൊള്ളലേറ്റത്, ഞാൻ വിവാഹം കഴിക്കാനിരിക്കുന്ന കുട്ടിയാണ്. അത് കേട്ടിട്ട് ഋതിക പറയുക, ഡോക്ടറെ, എന്നേക്കാൾ കൂടുതൽ പൊള്ളലേറ്റിട്ടുള്ളത് രാജുവിനാ, ആദ്യം ഡോക്ടർ രാജുവിനെ നോക്ക്. അങ്ങനെ ഡോക്ടർ രാജുവിനെ നോക്കിയിട്ട് പറയുന്നു, നല്ല റെസ്റ്റ് വേണം, ഞാൻ കുറച്ച് ടാബ്ലറ്റും ഓയിൻമെൻറ്റും ഒക്കെ എഴുതിത്തരാം. അപ്പോഴേക്കും പ്രതാപൻ പറയുന്നു, മേഡം അത് പ്രിസ്ക്രിപ്ഷൻ എങ്കിൽ തന്നാൽ മതി, ഞങ്ങൾ മേടിച്ചോളാം. ഋതികയോട് ഡോക്ടർ ചോദിക്കുന്നു, ഋതിക നല്ലതുപോലെ പേടിച്ചു പോയില്ലേ? ടെൻഷൻ ആകണ്ട, സമാധാനമായിട്ടിരിക്കും എന്നും പറഞ്ഞ് ഋതികയ്ക്കും വേണ്ട മരുന്നുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാജുവിൻ്റെ കഥ ഇന്നത്തോടെ തീർക്കണമെന്ന് വിചാരിച്ചിരുന്ന രോഹന് വല്ലാത്തൊരു അടിയായിപ്പോയി. രാജുവാണിപ്പോൾ അവിടെ ഹീറോ ആയിരിക്കുന്നത്. അത് അംബികയ്ക്കും ദീപക്കനും പിടിക്കുന്നതുമില്ല. പ്രതാപൻ അവിടെ ഇരുന്നുകൊണ്ട് മനസ്സിൽ പറയുക, തുടരെ ഋതികയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണല്ലോ, എത്രയും പെട്ടെന്ന് അവളുടെ ജാതകം എടുത്തു നോക്കണം. ഞാൻ ഇതുവരെ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് എനിക്ക് എൻ്റെ മോളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. യാമിനി പറയുന്നു, എന്നാൽ ഇനി നമുക്ക് ഇറങ്ങാൻ പ്രതാപേട്ട എന്ന് പറയുമ്പോൾ ശരിയെന്നും പറഞ്ഞ് അവരെല്ലാം ഇറങ്ങാൻ റെഡിയാവുകയാണ്. രോഹൻ്റെ അച്ഛൻ പ്രതാപവർമ്മയുടെ സോറിയൊക്കെ പറയുന്ന, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഒന്നും വിചാരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അഭിനയമൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. പ്രതാപൻ രോഹനോടും പറയുന്നുണ്ട്, ടെൻഷൻ ആകണ്ട, ഇതൊന്നും ഒരു വലിയ വിഷയമായിട്ട് നമുക്ക് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചേർന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രാജു അവിടെ നിൽക്കുവാണ്. രോഹൻ പെട്ടെന്ന് നിൽക്ക് എന്നും പറഞ്ഞ് രാജുവിൻ്റെ ദേഹത്ത് ഇങ്ങനെ കൈവച്ചിട്ട് ഒരു വല്ലാത്ത മുഖജാടയോടെ പറയുക, നീ ചെയ്തു തന്ന ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. അതിന് തക്കതായ മറുപടി തന്നെ രാജുവും പറഞ്ഞു, രോഹൻ സാറേ, ഞാൻ എൻ്റെ കടമയാണ് ചെയ്തത്. രാജുവിൻ്റെ വീട്ടിൽ വേണുവേട്ടൻ നിന്ന് തേങ്ങയൊക്കെ പൊതിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ രമ്യ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, രാധമ്മേ, രാജു വന്നില്ലേ? ഇല്ലല്ലോ, രോഹൻ സാറിൻ്റെ വീട്ടിൽ ബർത്ത്ഡേക്ക് പോയിരിക്കുമല്ലേ, പോയിട്ട് വരുമ്പം കാണാമല്ലോ. എന്താ രമ്യയ്ക്ക് വല്ല അത്യാവശ്യമുണ്ടോ? അത്യാവശ്യമൊന്നും ഇല്ല വേണമെങ്കിലേ, രാജുവിനെ ഒന്ന് കാണണം, സംസാരിക്കണമെന്ന് തോന്നി, അപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ടിങ്ങ് പോന്നു. അല്ല, മോടെ അമ്മ എന്തി? അമ്മ വാടക പിരിക്കാൻ പോയിരിക്കുക. അല്ല, നമ്മുടെ വാടകയും കൊടുക്കാൻ ലേറ്റ് ആയല്ലോ.
രമ്യ ചോദിക്കുന്നു, എന്തോ രാധമ്മയെ പറഞ്ഞത്? അല്ല മോളെ, ഞങ്ങളും വാടക തരേണ്ട ഡേറ്റിങ് അടുത്തെന്ന് പറഞ്ഞതാ. അയ്യോ എൻ്റെ രാധമ്മ എന്തുവാ വിചാരിച്ചിരിക്കുന്നത്? ഇനി രാധമ്മയോട് എൻ്റെ അമ്മ വാടക ചോദിക്കുമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഇനി എൻ്റെ അമ്മ രാധമ്മയോട് വാടക ചോദിക്കുകയോ കറണ്ട് ബില്ല് ചോദിക്കുകയോ വാട്ടർ ബില്ല് ചോദിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. വേണുവേട്ടൻ പറയാ, രമ്യേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ പോലും ഞങ്ങൾ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നതേ ഇല്ല. അതെ, അഭിമാനമുള്ളവർക്ക് ചേർന്ന പണിയല്ല. വേണുമക്കളെ, ഇങ്ങനെ അഭിമാനത്തിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കാതെ എല്ലാ മാസവും കൊടുക്കുന്ന വാടക പൈസ ഉണ്ടല്ലോ, അത് സേവിങ് ആയിട്ട് വെക്കാൻ നോക്ക്. പ്രായമാകുമ്പോഴേ പെൻഷൻ പോലെ നിങ്ങൾക്കത് ഉപയോഗിക്കാമല്ലോ. ഇപ്പോൾ വർമ്മ സാറിൻ്റെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. കാറിൽ നിന്നും പ്രതാപ് വർമ്മ ഇറങ്ങി ഡോറ് തുറക്കുന്നു രാജുവിന്. എന്നിട്ട് രാജുവിനെ ഇങ്ങനെ പിടിച്ചോണ്ട് വരുമ്പോൾ രാധമ്മ പറയുന്നു, അയ്യോ എൻ്റെ രാജുവിന് ഇതെന്ത് പറ്റി? രാധമ്മ കരഞ്ഞോണ്ട്, അയ്യോ എൻ്റെ മോനെ എന്തു പറ്റി എന്നിങ്ങനെ ചോദിക്കുവാണ്. രാജു പറയുന്നു, ഒന്നുമില്ലമ്മേ, ചെറിയൊരു ഫയർ ആക്സിഡൻറ്റ്. അയ്യോ ഫയർ ആക്സിഡൻറ്റോ എന്ന് വേണു ഇങ്ങനെ ഞെട്ടിപ്പോയി. അയ്യോ എന്തുവാ മോനെ നീ പറയുന്നത് എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ട് കരയുവാണ്. ഋതിക മേഡം ഡ്രസ്സിംഗ് റൂമിൽ കയറിയപ്പോൾ അവിടെ തീ പിടിച്ചു. അപ്പോൾ ഞാൻ ഋതിക മേഡത്തെ രക്ഷിക്കാനായിട്ട് പോയതാ. രാധമ്മ ചോദിക്കുന്നു, എന്നിട്ട് മോളെവിടെ? മേഡം കാറിലുണ്ടമ്മേ. രാധമ്മ പെട്ടെന്ന് കാറ് തുറന്നു നോക്കുമ്പോൾ ഋതിക ഇങ്ങനെ ഭയങ്കര ക്ഷീണിച്ച് കിടക്കുവാണ്. അയ്യോ മോളെ എന്ന് വിളിക്കുമ്പോൾ രാധമ്മേ എന്ന് സങ്കടത്തോടെ ഋതികയും വിളിക്കുന്നു. വർമ്മ സാറ് പറയുന്നു, അപകടത്തിൽപ്പെട്ട ഋതികയെ രാജു ഒരുപാട് റിസ്ക് എടുത്താണ് രക്ഷപ്പെടുത്തിയത്. അതിന് നിങ്ങളോടൊരു നന്ദി വാക്ക് പറയാൻ കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. രാജു സ്വന്തം ജീവൻ പോലും വിലവെൽക്കാതാണ് ഋതിയെ രക്ഷിക്കാൻ വേണ്ടി തീയിലോട്ടെടുത്ത് ചാടിയത്. നിങ്ങളുടെ മകൻ്റെ ശരീരത്തിൽ വന്ന പൊള്ളലുകൾ എൻ്റെ മകൾ കാരണമാണല്ലോ. ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഇത് കാണുമ്പോൾ വേദന ഉണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അത് കേട്ടിട്ട് രാധമ്മ പറയുക, എൻ്റെ വർമ്മ സാറേ, ഇങ്ങനെ വലിയ വാക്കുകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊച്ചാക്കല്ലേ. എന്തായാലും കുട്ടികൾക്കൊന്നും പറ്റിയില്ലല്ലോ, ഞങ്ങൾക്കത് മതി. ഉടനെ രമ്യ ഒരു ഡയലോഗ്, അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കും അല്ലല്ലോ പൊള്ളിയത്, എൻ്റെ രാജുവിനല്ലയോ. ആർക്ക് വേണ്ടി രാജു എന്ത് ചെയ്താലും ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്ത് രാജുവിന് എന്തെങ്കിലും പറ്റിയാലും നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എന്നിട്ട് രാജുവിനെ നോക്കി അവൾ പറയുക, എല്ലാവർക്കും വേണ്ടി ജീവിച്ചിട്ട് സ്വന്തം ജീവിതം ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുമല്ലയോ. നിങ്ങൾക്കാർക്കും നോവത്തില്ലായിരിക്കും, പക്ഷെ ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. രാജുവിന് പൊള്ളുമ്പോൾ നിങ്ങൾക്കാർക്കും പൊള്ളിയില്ലെങ്കിലും എനിക്ക് പൊള്ളും, നന്നായിട്ട് തന്നെ പൊള്ളും. ഇത് കേട്ടിട്ട് രാജുവിന് ദേഷ്യം വരുന്നുണ്ട്. രമ്യയെ നാം വിളിക്കുന്നുണ്ട്. ഇതെന്ത് കോലവാ വർമ്മ സാറേ? സാറിൻ്റെ PA അല്ലയോ, അല്ലാതെ ബോഡി ഗാർഡൊന്നും അല്ലല്ലോ. കുറച്ച് കാലമായി ഇതൊക്കെ തുടങ്ങിയിട്ട്. സാറിൻ്റെ വീട്ടിൽ വെച്ച് രാജുവിന് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടായതേ നിങ്ങളാരും മറന്നു കാണത്തില്ലല്ലോ. രമ്യ മതിയാക്കാനാ നിന്നോട് പറഞ്ഞത് എന്ന് രാജു പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ രമ്യ പറയുക, അന്ന് രാജുവിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ മന്ത്രിക്ക് വേണ്ടി വീരസാഹസം ചെയ്ത് ത്യാഗം സഹിച്ച് മരിച്ച ഒരാളുടെ ഫ്ലെക്സ് ഒട്ടിച്ച് നിങ്ങൾ പാർട്ടിക്കാരെല്ലാവരും കൂടി ഒരു വിലാപയാത്ര നടത്തിയേക്കും. രാജുവിന്റെ കഥ ഒരു ഓർമ്മയായിട്ടങ്ങ് അവശേഷിക്കുകയും ചെയ്യുമായിരുന്നു. മകന്റെ ധീരതയും വീരസാഹസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. രാധമ്മ കുറച്ചുനാൾ കരയും, പിന്നെ രാധമ്മയും അതങ്ങ് മറക്കും. പക്ഷെ എനിക്ക് രാജു അങ്ങനെയല്ല, എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആളാ. എന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ എൻ്റെ ആയുസ്സുള്ളിടത്തോളം കാലം എൻ്റെ കൂടെ ജീവിക്കേണ്ട മനുഷ്യൻ. ഈ മനുഷ്യൻ്റെ ജീവൻ വെച്ച് നിങ്ങളൊക്കെ ഇങ്ങനെ കളിക്കുന്നതേ എനിക്ക് തീരെ സഹിക്കുന്നില്ല. ഇന്നത്തോടെ എനിക്കൊരു തീരുമാനം അറിയണം. ഇനി രാജുവിനെ സാറിൻ്റെ വീട്ടോട്ട് അയക്കാൻ എനിക്ക് സമ്മതമല്ല. ഇങ്ങനെ സാറ് ദയവ് ചെയ്ത് രാജുവിൻ്റെ ജീവിതത്തിൽ ഇടപെടരുത്. എൻ്റെ രാജുവിൻ്റെ ജീവിതം വെച്ച് കളിക്കരുത്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാ, രാജുവിൻ്റെ ജോലി വേണമെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനോട് പറഞ്ഞ് ഞാൻ തരപ്പെടുത്തിക്കോളാന്ന്. ഇനി മതി രാജുവിൻ്റെ PA പണിയാന്നും പറഞ്ഞ അടിമപ്പണി. രമ്യയുടെ ഈ അഹങ്കാര വാക്കുകളൊക്കെ കേട്ടിട്ട് പ്രതാപം പറയുക, രമ്യെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അങ്ങനെ ഒന്നും കരുതിയിട്ടില്ല. ഇവനെ ഞാൻ എൻ്റെ സ്വന്തം അനുജനെ പോലെയോ മകനെ പോലെയോ കണ്ടിട്ടുള്ളൂ. മതിയാക്ക് സാറേ സാറിൻ്റെ അഭിനയം. ഇത്രയും നേരം അവളുടെ അഹങ്കാരമൊക്കെ സഹിച്ചുകൊണ്ടുവന്ന രാജുവിന് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. മതിയാക്കിക്കോ, നീ ആരോടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പറഞ്ഞു നീ എല്ലാവരുടെയും തലയിലോട്ട് കയറി പറയുവാണോ? നീ മര്യാദയ്ക്ക് സാറിനോട് മാപ്പ് പറ. ഞാൻ മാപ്പും കോപ്പും ഒന്നും ആരോടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. രാജു, എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കേണ്ടവർ അതുപോലെ മനസ്സിലാക്കി ഇനി രാജുവിനോട് പെരുമാറിയാൽ അത് അവർക്ക് കൊള്ളാം. വർമ്മ സാറേ, ഇവളുടെ നാക്ക് ശരിയല്ല. ഇവള് പറയുന്ന ഒന്നും സാറ് കാര്യമാക്കി എടുക്കണ്ട. ഇവളൊരു വിവരമില്ലാത്തവളാ. സാറേ, ഞാൻ പറയുന്ന സാറൊന്ന് കേക്ക്. മേഡത്തിന് തീരെ വയ്യ. സാറ് വീട്ടിൽ ചെന്നൊന്ന് റെസ്റ്റ് എടുപ്പീര്. ഞാൻ അന്നേരെ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരണ്ടാന്ന്. നിങ്ങൾ എന്തിനാ ഇവളെ പിടിച്ചിവിടെ അങ്ങനെ നിർത്തിയത് എന്ന് രാധമ്മയോടും വേണുവിനോടും രാജു ദേഷ്യപ്പെടുവാണ്.
വർമ്മ പറയുന്നു, വേണ്ട രാജു, വഴക്കൊന്നും ഉണ്ടാക്കണ്ട. രമ്യയുടെ സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ, അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. രമ്യയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും കുറച്ചുകൂടെ ദേഷ്യത്തോടൊക്കെ പെരുമാറത്തുള്ളായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രതാപൻ അങ്ങ് പോവുകയാണ്. അങ്ങനെ പ്രതാപവർമ്മയുടെ കാർ അങ്ങോട്ട് നീങ്ങിയതും വേണുവേട്ടൻ ഒരൊറ്റ ചാട്ടം. ഇടി, നിനക്ക് എന്തിൻ്റെ കേടായിരുന്നടി പെണ്ണെ, വലിയ മനുഷ്യരോട് ഇങ്ങനെയൊക്കെയാണോടി സംസാരിക്കുന്നത്? ആഹാ, അത് കൊള്ളാമല്ലോ. സ്വന്തം മോൻ്റെ ശരീരം പൊള്ളിയിട്ട് നിങ്ങൾക്കത് പ്രശ്നമല്ല. ഞാൻ വർമ്മ സാറിനോട് സംസാരിച്ചതാണ് നിങ്ങൾക്ക് വലിയ പ്രശ്നമായത്. രാജു ഇങ്ങോട്ട് വന്നേ, വിട് രമ്യേ എന്ന് പറഞ്ഞിട്ടത് കേൾക്കാതെ രാജുവിനെ ബലവായിട്ട് അവൾ പിടിച്ചോണ്ട് അകത്തോട്ട് പോവുകയാണ്. അംബിക വന്നിട്ട് യാമിനിയോട് ചോദിക്കുന്നു, യാമിനി, പ്രതാപനും ഹൃതിയൊക്കെ ഇങ്ങോട്ട് വന്നില്ലല്ലോ, അവരെവിടെ പോയതാ? എനിക്കറിയില്ല ചേച്ചി. അപ്പോൾ ആ സമയത്ത് പ്രതാപനും ഹൃതികയും ഒരു ജോത്സ്യനുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. പ്രതാപനോട് ഭയങ്കര സ്നേഹാഭിനയത്തിൽ അംബിക, നീ ഇത്രയും നേരം എവിടെയായിരുന്നു പ്രതാപ? സോറി ചേച്ചി, വരുന്ന വഴി രാജുവിൻ്റെ വീട്ടിലൊന്ന് കയറി. നീ എന്തിനാ പ്രതാപ അവനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത്? നീ അവനെ ജംഗ്ഷനിൽ ഇറക്കി വിട്ടിരുന്നെങ്കിലേ അവനൊരു ഓട്ടോ പിടിച്ചങ്ങ് പോകത്തില്ലായിരുന്നോ? അത് ശരിയല്ലല്ലോ ചേച്ചി. അവൻ കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിലേ നമ്മളുടെ മോളുടെ അവസ്ഥ ഇപ്പോൾ എന്തായാനേ? അതുമാത്രമല്ലല്ലോ, അവൻ്റെ ശരീരത്തിൽ ഒരുപാട് പൊള്ളലേറ്റതല്ലേ. അപ്പോൾ വഴിയിൽ വിട്ടിട്ട് വരുന്നത് ശരിയാണോ? മനഃപൂർവ്വം ഒരു ഫയർ ആക്സിഡൻ്റ് ഉണ്ടാക്കി ഹൃതിയെ രക്ഷപ്പെടുത്തുന്ന പോലെ എല്ലാവരുടെയും പ്രീതി നേടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു ഫയർ ആക്സിഡൻ്റ് ഉണ്ടാകുക, അവൻ തന്നെ പോയി ഹൃതിയെ രക്ഷപ്പെടുത്തുക. എടാ മോനെ, ഇതിലൊക്കെ എന്തോ ദുരൂഹതയില്ലയോ? അത് കേട്ടോണ്ട് നിന്ന ജോത്സ്യര് പറയാ, ഇല്ല, ഒരിക്കലും ഇല്ല. ഈ കുട്ടിക്ക് ശനിയുടെ അപഹാരമാണ് ഇപ്പോൾ ജാതകത്തിൽ. അല്ല പ്രതാപ, നീ ഇപ്പോൾ എന്തിനാ ജോത്സ്യനെയൊക്കെ വിളിച്ചു വരുത്തിയത്? അത് ചേച്ചി, കുറേ നാളുകൊണ്ടേ ഹൃതികയുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലയോ. ഹൃതികയുടെ ജാതകം ഒന്ന് നോക്കാൻ വേണ്ടി ഞാൻ ജോത്സ്യനെ കാണാൻ പോയിരുന്നു. അപ്പോൾ വഴിയിൽ വെച്ച് ജോത്സ്യനെയും കണ്ട് ജോത്സ്യൻ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് പോരുകയും ചെയ്തു. അങ്ങനെ ജോത്സ്യന് കബഡിയൊക്കെ അങ്ങോട്ട് ഉരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കബഡി നിരത്തി നോക്കിയിട്ട് ജോത്സ്യൻ പറയുന്നു, ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ട കുട്ടിയാണല്ലേ, ചുറ്റുപാടുമുള്ളവരുടെ സ്നേഹവും ലഭിക്കാതെ വളർന്ന കുട്ടിയല്ലേ. എന്നാൽ ഇപ്പോൾ ആ വിഷമങ്ങളൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അകലേക്ക് പോയവരുടെ ഹൃദയം ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതാണല്ലോ ദുഷ്ടഗ്രഹങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത്. ഉടനെ അംബികയ്ക്കൊരു ഡൗട്ട്, ഈ ദുഷ്ടഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കാറില്ലേ? സൂര്യന് ആ ഗ്രഹങ്ങളെ കൊണ്ട് ഉപകാരമോ ഉപദ്രവമോ ഉണ്ടാകാറില്ല. എന്നാൽ സൂര്യനെ കൊണ്ടാണ് ആ ഗ്രഹങ്ങൾക്ക് ഉപകാരവും ഉപദ്രവവും. പക്ഷേ മറ്റ് ഗ്രഹങ്ങൾ അങ്ങനെയല്ല. അവരുടെ ചുറ്റും കിടന്ന ഗ്രഹങ്ങളെ കൊണ്ട് അവർക്ക് ഉപകാരവും ഉണ്ടാവാം, ഉപദ്രവവും ഉണ്ടാവാം. ഹൃതിയെ ഇപ്പോൾ വലം വെക്കുന്ന ഗ്രഹങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നവഗ്രഹങ്ങളെ മാത്രമല്ല, അതുപോലെ മനുഷ്യരെ ആവാം. അവരുടെ മനസ്സിലെ ദുഷ്ടത കൊണ്ട് ഹൃതിയയ്ക്കുണ്ടാകുന്ന വിഷമവും അതുപോലെ തന്നെ നവഗ്രഹങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളും ഭാഗ്യങ്ങളും. ഇപ്പോഴിവിടെ ഹൃതിയുടെ ജാതകം നോക്കുമ്പോൾ 3 വർഷം ശനിയുടെ അപഹാരമുണ്ട്. ശനിയുടെ അപഹാരമുള്ള സമയത്ത് ആരെങ്കിലും ഹൃതിയയ്ക്ക് നല്ലത് ചെയ്യാൻ വന്നാലും അത് ഹൃതിയുടെ ജീവിതത്തിൽ മോശമായി വന്ന് ഭവിക്കും. ഇപ്പോൾ അംബിക മേഡത്തിന് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ആ, മനസ്സിലായി. പ്രതാപൻ ചോദിക്കുന്നു, ദോഷങ്ങൾ മാറാൻ എന്താ ജോത്സ്യരെ ഒരു പരിഹാരം നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഹൃതിയയ്ക്ക് 3 വർഷത്തേക്ക് ശനിദശ ഉള്ളതുകൊണ്ട് ആ സമയത്ത് വിവാഹം നടക്കത്തില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എന്തൊക്കെയാണ് ഹൃതികയുടെ ജീവിതത്തിൽ വരാൻ പോകുന്നതെന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.